അവരുടെ ആ ഗർവിൻ്റെ മുൻപിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുള്ളപ്പോൾ ഞാൻ പറയണത് കേൾക്കും, കൂടാതെ കഴിയില്ല. ഞാൻ പോയിക്കഴിഞ്ഞാൽ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെ സമാജത്തിനെ മുഴുവൻ അവർ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ ഉള്ളിൽ തന്നെ തമ്മിത്തല്ലുണ്ടാക്കി അവരെ നശിപ്പിച്ചതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല ഇല്ല. തൻ്റെ ജന്മം കൊണ്ട് തൻ്റെ കുലം തന്നെ തകരാറായിരിക്കണു എന്നുള്ളൊരു നില വന്നപ്പോൾ ആ കുലത്തിനെ നശിപ്പിച്ചു വരാം എന്ന് പറഞ്ഞ ഒരു പൂർണ്ണാവതാരമാണ് കൃഷ്ണ പരമാത്മാവ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ചിലപ്പോൾ ധാരാളം പണം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു പോവാറുണ്ട്. പക്ഷേ കുട്ടികൾ ആ പണം വേണ്ടതുപോലെ ഉപയോഗിക്കുകയോ അതോ തകരാറ് ചെയ്യുമോ എന്ന് ആലോചിച്ച് അതിന് വേണ്ട നിഷ്കർഷയോ നടപടിയോ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? സാധിക്കുമോ? അങ്ങനെ ഒരു ആലോചന വരുമോ? ഈ ഗൃഹസ്ഥന്മാരുടെ മനസ്സുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ട മനസ്സാപ്പാ. എൻ്റെ അപ്പ ലോകത്തിലെ എല്ലാ കാലത്തും 99.9999 റെക്കറിങ് പേഴ്സൻ്റ് ഗൃഹസ്ഥന്മാരാണ്. ഒരാൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, തൻ്റെ സഹോദരന് 2 കുട്ടികളുണ്ട്, തൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ട്. സഹോദരൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആ പണം മുഴുവനും എഴുതി വയ്ക്കുന്ന സമയത്ത് തൻ്റെ ഏകപുത്രനെ എല്ലാം എഴുതി വെച്ച് പോകുന്ന വിശേഷപ്പെട്ട ആൾക്കാരാണ് ഈ ഗൃഹസ്ഥന്മാർ. അതിൽ നിന്നൊരു 5 കോടിയെങ്കിലും സഹോദരൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൂടെപ്പാ? തോന്നില്ല. മുഴുവൻ അങ്ങോട്ട് എഴുതി കൊടുക്കും. സഹോദരൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ച് ഒരേ അമ്മിഞ്ഞ് കുടിച്ച് വളർന്നവരാ. ആ വിചാരമൊക്കെ പോയി തനിക്ക് കുട്ടിയുണ്ടായപ്പോൾ. ഇങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരാ. അപ്പം നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം, കൃഷ്ണപരമാത്മാവ് നമ്മളോട് എന്ത് പറയണമെന്ന്. അദ്ദേഹം പറയുന്നത് എന്താ? എൻ്റെ കുലം ഗർവിഷ്ഠരായി ഞാനുള്ളപ്പോൾ അവരെ തടുത്തു നിർത്താൻ പറ്റും, ഞാൻ പോയാൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവരെ തമ്മി തല്ലി തകരാറിലാക്കി കൊന്നുകളയാം. അവസാനം കൃഷ്ണൻ പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ആരും പറയാറില്ല സ്വതവേ. ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ. ഇവരെല്ലാവരും കൂടി പോയി മദ്യം കഴിച്ച് തമ്മിത്തല്ലാൻ തുടങ്ങി. തമ്മിത്തല്ല് മൂത്തപ്പോൾ കൃഷ്ണൻ അവിടെ ചെന്നു. ഒന്ന് മാറ്റി നിർത്താൻ നോക്കിയപ്പോൾ കൃഷ്ണനെയും പൊതിരെ തല്ലി. കൃഷ്ണനെ പൊതിരെ തല്ലിയപ്പോൾ ഇനി ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പൊയ്ക്കളയാമെന്ന് പറഞ്ഞിട്ടാണ് മരത്തിൽ പോയി ചാരി ഇരുന്ന് പോയത്.